ഹലോ ഗൈസ്, ഇതിലൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് MST ബ്ലോക്ക് ചെയിനെ കുറിച്ചാണ്. MST ബ്ലോക്ക് ചെയിനെ കുറിച്ച് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് MST ബ്ലോക്ക് ചെയിൻ, എങ്ങനെയാണ് അതിൽ നമുക്ക് വരുമാനം ലഭിക്കുന്നത്, തുടർച്ചയായിട്ടുള്ള 20 വർഷം എങ്ങനെ ഇതിന് റിട്ടേൺസ് എടുക്കാൻ പറ്റും. എൻ്റെ ചാനൽ വന്നു കഴിഞ്ഞാൽ ആ വീഡിയോസുകളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ കാർഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എങ്ങനെ ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യാം, എങ്ങനെ ഒരു നോഡ് വാങ്ങി മൈൻ ചെയ്യാം എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. MST ബ്ലോക്ക് ചെയിനിൽ എങ്ങനെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ വരുമാനം വിഡ്രോ ചെയ്യാം, അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് എങ്ങനെ വിഡ്രോ ചെയ്യാം എന്നതിനെ കുറിച്ചും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസും എൻ്റെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് MST ബ്ലോക്ക് ചെയിനിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള MSTC എന്ന ടോക്കൺസ് നിങ്ങളുടെ ഓൺ വാലറ്റിലോട്ട് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. MST ബ്ലോക്ക് ചെയിൻ്റെ ഡാഷ്ബോർഡാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ കോയിൻ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കാണാൻ പറ്റും. അതിലാണ് നമ്മളുടെ ടോട്ടലായിട്ട് നമുക്ക് എത്ര ടോക്കൺസ് കിട്ടിയെന്ന് അറിയാൻ പറ്റുന്നത്. ഇനി എങ്ങനെ വിഡ്രോ ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ സൈഡിലുള്ള ഒരു വിഡ്രോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ മൊബൈലിലാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡോട്ട് ഉണ്ടാവും. ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻസുകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, ടോട്ടൽ വിഡ്രോവൽ 0 ആണ്. ടോട്ടൽ ഏണിങ്സ് എല്ലാം തന്നെ ഇവിടെ 0 ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നോഡ് ചേഞ്ച് ആക്കണം എന്നുള്ളതാണ്. അതായത് നോഡ് 1ൽ വാങ്ങിയവരുണ്ട്, നോഡ് 2ൽ വാങ്ങിയവരുണ്ട്, നോഡ് 3ൽ വാങ്ങിയവരുണ്ട്, നോഡ് 4ലൊക്കെ വാങ്ങിയവരുണ്ടാവാം. അതുകൊണ്ട് തന്നെ മുകളിൽ തന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നോഡ് 1 ആണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നോഡ് 2 ആക്കി നോക്കി. നോഡ് 2ലും 0 ആണ് കാണിക്കുന്നത്. നോഡ് 3 നോക്കിയപ്പോഴാണ് എൻ്റെ ബാലൻസ് അവിടെ കാണിക്കുന്നത്. അതായത് നോഡ് 3ലാണ് ഞാൻ ഈ ഒരു ഫ്രാക്ഷൻ ബൈ ചെയ്തിട്ടുള്ളത് എന്നർത്ഥം. ടോട്ടൽ ഏണിങ്സ് ഇവിടെ കാണാം, വിഡ്രോ ബാലൻസും കാണാം, അതുപോലെ സ്റ്റേക്ക് ബാലൻസ് കാണാം. മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ടോട്ടൽ ഏണിങ്സിൻ്റെ പകുതി ഓട്ടോമാറ്റിക്കലി സ്റ്റേക്കിംഗ് വാലറ്റിലോട്ടാണ് പോകുന്നത്. ബാക്കി പകുതിയാണ് വിഡ്രോവലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മളുടെ വാലറ്റിലോട്ട് വിഡ്രോവൽ ചെയ്യാൻ പറ്റുന്നത്. ഇനി വിഡ്രോ ചെയ്യാൻ വേണ്ടി താഴെ നിങ്ങളുടെ കണക്ട് ചെയ്ത വാലറ്റ് അഡ്രസ്സ് കാണാൻ പറ്റും. ഈ ഒരു വാലറ്റ് അഡ്രസ്സിലോട്ട് തന്നെയാണ് നിങ്ങളുടെ വിഡ്രോവൽ പോകുന്നത്. അതിന് ഇവിടെ തൊട്ട് താഴെ നിങ്ങൾക്ക് കണക്ട് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണം, ആദ്യം നിങ്ങൾ കൊടുത്ത വാലറ്റ് അഡ്രസ്സ് ഉള്ള അതേ വാലറ്റ് തന്നെ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറേ പേർക്കൊരു ഡൗട്ട് ഉണ്ട്. അതായത് ഇപ്പം ഇവരുടെ തന്നെ ബ്രിഡ്ജ് കീ എന്നൊരു വാലറ്റ് ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. MST ബ്ലോക്ക് ചെയിൻ്റെ ഓൺ വാലറ്റ് ആണ്. അത് പബ്ലിഷ് ചെയ്ത ഉടനെ തന്നെ കുറേ പേർക്ക് സംശയമായി, ഇത് ബ്രിഡ്ജ് കീയിലോട്ടാണ് നമ്മൾ വിഡ്രോവൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റിലോട്ടാണോ മെറ്റാമാസ്കിലോട്ടാണോ? അതായത് ഇത് ജോയിൻ ചെയ്യുന്നത് ട്രസ്റ്റ് വാലറ്റിൻ്റെ അഡ്രസ്സോ അല്ലെങ്കിൽ മെറ്റാമാസ്കിൻ്റെ അഡ്രസ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാലറ്റിൻ്റെ അഡ്രസ്സോ കൊടുത്തിട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ അവരുടെ ഓൺ വാലറ്റായ ബ്രിഡ്ജ് കീ വന്നതിന് ശേഷം കുറേ പേർക്ക് സംശയമാണ്, ഇതിനി കൊടുത്ത അഡ്രസ്സ് മാറ്റേണ്ടി വരുമോ, അത് എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കേണ്ട. ബ്രിഡ്ജ് കീ വാലറ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതെല്ലാം നിങ്ങൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ ഒരു വാലറ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിലൊരു വാലറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു അഡ്രസ്സിലുള്ള അതേ വാലറ്റിൻ്റെ നിങ്ങളുടെ പ്രൈവറ്റ് കീയോ അതെല്ലാം നിങ്ങൾ സീഡ് ഫേസോ ഉപയോഗിച്ചിട്ട് ഈ ഒരു ബ്രിഡ്ജ് കീ എന്ന് പറഞ്ഞ ഈ ഒരു വാലറ്റിൽ നിങ്ങളുടെ അതേ സെയിം വാലറ്റ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് വിഡ്രോ അടിച്ച അതേ ബാലൻസ്, അതേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ ഒരു ബ്രിഡ്ജ് കീയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യം കൊടുത്ത അഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമോ ഒന്നും തന്നെ വരുന്നില്ല. ഇനി അതിൽ ബ്രിഡ്ജ് കീയിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. നിങ്ങൾ ഏത് അഡ്രസ്സാണോ ഇതിൽ കൊടുത്തിട്ടുള്ളത് ആ അഡ്രസ്സിലോട്ട് തന്നെ വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ്. വേറെ ഒന്നും തന്നെ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട. ഇനി നിങ്ങൾക്ക് ബ്രിഡ്ജ് കീയിൽ നിങ്ങളുടെ എമൗണ്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാലറ്റ് ഈ ഒരു ബ്രിഡ്ജ് കീയിൽ ഇമ്പോർട്ട് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ്. ഇനി ഇമ്പോർട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ അതെങ്ങനെയാണ് വാലറ്റ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഏത് വാലറ്റിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രൈവറ്റ് കീയും ആ ഒരു സീഡ് പേസും വെച്ചിട്ടാണ് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ മെറ്റാമാസ്കിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതേ വാലറ്റ് ഞാൻ എൻ്റെ ബ്രിഡ്ജ് കീയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാവും. ഇനി ഞാൻ എൻ്റെ മൊബൈലിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തു. മുകളിലുള്ള ഒരു 3 ലൈൻസ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ വിഡ്രോ ഓപ്ഷൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ നോഡ് ചേഞ്ച് ചെയ്തിട്ട് 3ാമത്തെ നോഡിലോട്ട് മാറ്റി. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, കണക്ട് വാലറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. വാലറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി അത് ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ മെറ്റാമാസ്ക് എല്ലാ കാര്യങ്ങളും കാണാം. ഓൾ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വാലറ്റിൻ്റെ അഡ്രസ്സാണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു വാലറ്റ് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും.
സോ ഞാൻ എൻ്റെ മെറ്റാമാസ്ക് ആണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മെറ്റാമാസ്ക് എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. മെറ്റാമാസ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ കണ്ട 2 ഓപ്ഷൻ വന്നു. ബ്രിഡ്ജ് കീ എന്ന വാലറ്റും കണ്ടു, മെറ്റാമാസ്കും കണ്ടു. സോ ബ്രിഡ്ജ് കീ എന്ന വാലറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഇവരുടെ തന്നെ ഓൺ വാലറ്റ് ആണ്. പക്ഷേ ബ്രിഡ്ജ് കീ എന്ന ഈ ഒരു വാലറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് കണക്റ്റ് ആവാൻ ചില ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മെറ്റാമാസ്ക് ആണ് കണക്ട് ചെയ്യുന്നത്. മെറ്റാമാസ്ക് എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തപ്പോൾ നേരെ മെറ്റാമാസ്കിലോട്ട് പോയി. ഇനി നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ, ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ടാവും കണക്ട് ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. താഴെയുള്ള കണക്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെർമിഷൻ അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ടുണ്ടാവും. സോ ഇവിടെ ജസ്റ്റ് കണ്ടോ, നൗ യു ക്യാൻ റിട്ടേൺ ടു ആപ്പ്, അതായത് നിങ്ങളുടെ വാലറ്റ് അവിടെ കണക്ട് ആയിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് ബാക്ക് പോകാം എന്നുള്ളതാണ്. സോ ഇവിടെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ വിഡ്രോ എമൗണ്ട് കൊടുത്ത് വിഡ്രോ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സോ നിങ്ങളുടെ വാലറ്റിൽ MSTC എന്ന ടോക്കൺസ് ഒരു ചെറിയൊരു പോയിന്റ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്, ചെറിയൊരു ഫീസ് പിടിക്കും. സോ MSTC ടോക്കൺസ് നിങ്ങളുടെ വാലറ്റിലോട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ കയ്യിൽ നിന്നൊക്കെ ചെറിയൊരു ബാലൻസ്, ചെറിയൊരു പോയിന്റ് ബാലൻസ് മതി, അത് സെൻഡ് ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി. സോ ഇനി നിങ്ങൾക്ക് അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കമ്പനി തന്നെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഗ്യാസ് ഫീസ് എന്നുള്ള ഒരു രൂപത്തിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതെങ്ങനെയെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. വിഡ്രോ എന്നുള്ള ഓപ്ഷനിൽ വേറൊരു ഓപ്ഷനും ഇവിടെ കാണിക്കുന്നില്ല. അത് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്യുക. റീഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ കണ്ട യു ഡോണ്ട് ഹാവ് എ നോട്ട് MSTC ഫോർ ഗ്യാസ് ഫീസ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ റിക്വസ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. അതായത് ഗ്യാസ് ഫീസിന് വേണ്ടിയിട്ട് നമ്മളൊരു റിക്വസ്റ്റ് കമ്പനിക്ക് കൊടുക്കുകയാണ്. സോ അത് കൊടുത്ത ഉടനെ തന്നെ കുറച്ച് സമയം ലോഡ് ആയതിനു ശേഷം ഇവിടെ കണ്ടാൽ മുകളിലൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും, റിക്വസ്റ്റ് സെൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട്. ഇനി ഞാൻ എൻ്റെ വാലറ്റ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. 0.2 MSTC ടോക്കൺസ് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, വിഡ്രോവൽ കൊടുക്കാൻ പറ്റും. സോ ഇവിടെ എൻ്റർ എമൗണ്ട് വിഡ്രോ എന്നുള്ള സ്ഥലത്ത് ഞാൻ 400 കൊടുത്തിട്ട് വിഡ്രോ എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. നേരെ മെറ്റാമാസ്ക് സെലക്ട് ചെയ്തു. മെറ്റാമാസ്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ മെറ്റാമാസ്കിലോട്ടാണ് പോകുന്നത്. ഇനി നമ്മളോട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും, അതായത് വിഡ്രോവൽ കൺഫേം ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ ആണ്. ഇവിടെ കണ്ട നെറ്റ്വർക്ക് ഫീസായിട്ട് MSTC ടോക്കൺസ് ആണ് പിടിക്കുന്നത്. കൺഫേം കൊടുത്തു കഴിഞ്ഞപ്പോൾ ട്രാൻസാക്ഷൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. സോ ആ ഒരു ഓൺ ദി സ്പോട്ടിൽ തന്നെ നമ്മളുടെ ടോക്കൺസ് ഇവിടെ ആഡ് ചെയ്ത് കാണാൻ പറ്റും. കണ്ടോ, 400 പോയിന്റ് സംതിങ്, അതായത് 0.01 MSTC ആണ് ഒരു ട്രാൻസാക്ഷൻ്റെ ഫീസായിട്ട് അവർ പിടിക്കുന്നത്. സോ ഈ ഒരു ബ്ലോക്ക് ചെയിൻ്റെ കീഴിലൊരു ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്തു എന്നർത്ഥം. സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എൻ്റെ വാലറ്റ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. സോ ഇത് എൻ്റെ ബ്രിഡ്ജ് കീ വാലറ്റ് ആണ്. നേരത്തെ ഞാൻ വിഡ്രോ ചെയ്തത് മെറ്റാമാസ്ക് വാലറ്റിലോട്ടായിരുന്നു. സോ ഇതെൻ്റെ ബ്രിഡ്ജ് കീ വാലറ്റ് ആണ്. മെറ്റാമാസ്കിൻ്റെ അതേ വാലറ്റ് തന്നെ ഞാൻ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തതാണ്. MSTC ടോക്കൺസ് എന്താ 400 സംതിങ് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ അതിന് താഴെ ഒരു എമൗണ്ട് കാണിക്കുന്നുണ്ട്, അതിന് വാല്യൂ ഒക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ വാല്യൂ ഇത്ര അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് ഒരു ലിസ്റ്റ് ചെയ്ത ടോക്കൺസ് അല്ല, അതുകൊണ്ട് തന്നെ ഇതൊരു വാല്യൂ ജസ്റ്റ് കാണിക്കുന്നതാണ്. സോ അതുകൊണ്ട് ആരും പാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലിസ്റ്റ് ചെയ്യാത്ത ടോക്കൺ ആയതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇപ്പോൾ ഇല്ല. സോ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് വാല്യൂ കറക്റ്റായിട്ട് നമുക്ക് കാണിക്കുകയുള്ളൂ. ഇനിയും ഇതിൽ ജോയിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു ഡിസ്മായിട്ട് കാണാം.